ഹലോ എവ്രി വൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത്. SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ വീഡിയോ പ്രത്യേകമായിട്ടും ശ്രദ്ധിച്ചോളുക. SSCയുടെ എക്സാം കാലണ്ടർ ഒന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുൻപ് റിലീസായിരുന്ന കാലണ്ടറിലുള്ള ഡേറ്റുകളല്ല ഇപ്പം മൊത്തത്തിൽ ഫുള്ളായിട്ട് ഓരോ എക്സാമിൻ്റെയും ഡേറ്റുകൾ മാറിയിട്ടുണ്ട്. സോ അപ്പം ഏതൊക്കെ എക്സാംസിൻ്റെ ഡേറ്റ് എങ്ങനെയൊക്കെയാണ് നമുക്ക് മാറി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാലണ്ടർ. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് അറിയില്ല. വലിയ ചെറിയൊരു ഇമേജാണ് വലിയ സ്ക്രീനിൽ വരുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം ഒരുപാട് എക്സാംസ് ഉണ്ട്. നിങ്ങൾക്കറിയാലോ, SSCയുടെ കീഴിൽ CGL വരുന്നുണ്ട്, CHSL വരുന്നുണ്ട്, MTS ഉണ്ട്, അങ്ങനെ ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫസ്റ്റ് CGL എക്സാമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ CGL എക്സാം എന്ന് പറയുന്നത് SSCയുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ്. അപ്പോൾ ഇതിന് മുൻപ് വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം അവിടെ കാലണ്ടർ പ്രകാരം നോട്ടിഫിക്കേഷൻ മാർച്ചിൽ ജസ്റ്റ് റിലീസ് ആവുമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പം കൃത്യം ഡേറ്റ് അടക്കം നോട്ടിഫിക്കേഷൻ റിലീസ് ആവുന്ന ദിവസവും, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ട് ആവുന്ന ദിവസം തൊട്ട് ആപ്ലിക്കേഷൻ വിൻഡോസ് ക്ലോസ് ആവുന്ന ദിവസം വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഈ വരുന്ന 2026 മാർച്ച്, ഇപ്പോൾ മാർച്ചാണ്, മാർച്ചിൻ്റെ 31-ാം തീയതി SSCയുടെ CGL എക്സാമിനേഷൻ റിലീസ് ആവും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ആൻഡ് ഏപ്രിൽ 30-ാം തീയതി വരെ ആയിരിക്കും ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. സോ മിക്കവാറും സാധാരണ എല്ലാ വർഷങ്ങളിലും ഉള്ളതുപോലെ ആണെങ്കിൽ 30-ാം തീയതി 31-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് 1-ാം തീയതി ആയിരിക്കും ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുക. സോ 30 days ആണ് ആപ്ലിക്കേഷൻ വിൻഡോ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതിനുശേഷം എക്സാം നടക്കാൻ പോകുന്നത് മെയ് ജൂൺ ആയിരിക്കും. സോ സാധാരണ വരുന്നത് പോലെ ആണെങ്കിൽ മെയ് ടുവേർഡ്സ് ദി എൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂൺ പകുതിയൊക്കെ ആകുമ്പോഴേക്കും എക്സാം തീരുന്നതായിരിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ് SSCയുടെ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷനും ഇതിന് മുമ്പ് വന്ന സമയത്ത് ആദ്യം ജസ്റ്റ് മാർച്ച് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതും അതേ ഡേറ്റിൽ തന്നെ എക്സാം നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ജൂനിയർ എഞ്ചിനീയർ, അത് ടെക്നിക്കൽ എക്സാം ആണ്. സോ അതിനും അതേ ഡേറ്റ് തന്നെയാണ് തന്നിട്ടുള്ളത്. അതിനുശേഷം വരുന്ന CHSL എക്സാമിനേഷനും MTS എക്സാമിനേഷനും. സോ CHSL എക്സാമും MTS എക്സാമും എന്ന് പറയുന്നത് CGL എക്സാമിന് കഴിഞ്ഞിട്ട് അതിൻ്റെ ലോവർ ലെവലിൽ വരുന്ന എക്സാമാണ്. അപ്പോൾ അതിൽ CHSL എക്സാം എന്ന് പറയുന്നത് +2 ലെവലിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള +2 എലിജിബിലിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ഇതിന് മുൻപത്തെ കാലണ്ടർ വന്ന സമയത്ത് അത് ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഡേറ്റ് പ്രകാരം ഏപ്രിൽ 30-ാം തീയതി നോട്ടിഫിക്കേഷൻ റിലീസാകും. അതിനുശേഷം ഒരു മാസക്കാലത്തേക്ക് ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാകും. ജൂലൈ സെപ്റ്റംബറിലായിരിക്കും എക്സാമിനേഷൻ വരുന്നത്. ഇനി MTSൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ MTS എക്സാമിനേഷൻ ജൂൺ 30-ാം തീയതി ആയിരിക്കും റിലീസ് ആവുന്നത്. ആൻഡ് ആപ്ലിക്കേഷൻ വിൻഡോ ജൂലൈ വരെ ഉണ്ടാകും. സോ ഇവിടെ എല്ലാ എക്സാമിൻ്റെയും ആപ്ലിക്കേഷൻ വിൻഡോ ഒരു മാസമായിരിക്കും ആക്റ്റീവ് ആയിട്ടുണ്ടാവുക. സോ എക്സാം നടക്കുന്ന ദിവസം അല്ലെങ്കിൽ എക്സാം നടക്കുന്ന സമയം ഓഫ് MTS എന്ന് പറയുന്നത് സെപ്റ്റംബർ ടു നവംബർ ആണ്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ഈ ഡേറ്റുകൾ ഒന്ന് സൂക്ഷിച്ച് നോട്ട് ചെയ്ത് വെച്ചോളുക. സോ നിങ്ങൾ യൂട്യൂബിൽ പല വീഡിയോസും കണ്ടിട്ടുണ്ടാകും. CGL എക്സാം ഡിലേ ആകും, ഇനി 5 മാസം കഴിഞ്ഞ് 6 മാസം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ കാലണ്ടർ ഇതാ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രം ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഒരു അപ്ഡേറ്റും മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ കൂടെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ടെലഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഡ്രോപ്പ് ചെയ്യാം. ഇതാണ് എൻ്റെ ID. നമ്മുടെ ചാനൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ലൈവാണ്. അതുകൂടെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് കണ്ടൻസ് ആണ് വേണ്ടത്, അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതുകൂടെ കോമൻസ് ആയിട്ടൊന്ന് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.